dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co-paper for Sem 1 BCom Tax Procedure and Practices students under Kerala University. This is the 14th lecture of the series. In this lecture, we are discussing about law of diminishing marginal utility. Let us discuss. The law of diminishing marginal utility relates to the experience of every consumer. When a person consumes more and more units of the same commodity, the satisfaction derived from each additional unit will be less and less. When a person enjoys the first unit of a commodity, the satisfaction derived from that unit will be very high. ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു പേഴ്സൺ ഒരു യൂണിറ്റ് തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുമ്പോൾ ആ സെയിം കമ്മോഡിറ്റിയിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഓരോ അഡീഷണൽ യൂണിറ്റും അയാൾ കൺസ്യൂം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. വെൻ എ പേഴ്സൺ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദി സെയിം കമ്മോഡിറ്റി, ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് അഡീഷണൽ യൂണിറ്റ് വിൽ ബി ലെസ് ആൻഡ് ലെസ്. ഫസ്റ്റ് യൂണിറ്റ് കമ്മോഡിറ്റി ഉപയോഗിക്കുമ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലായിരിക്കും. If he enjoys a second unit of the same commodity, the satisfaction he derives from the second unit will be less than the first unit. ആ സെയിം കമ്മോഡിറ്റി അയാൾ സെക്കൻഡ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഫസ്റ്റ് യൂണിറ്റിൻ്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് സെക്കൻഡ് യൂണിറ്റിൽ നിന്നും ലഭിക്കത്തില്ല. He will be ready to buy the second unit at a lower price if he goes on consuming more and more units of the same commodity. He will come to a point when further units will not give him any satisfaction at all. The rate of diminishing may vary in the case of different commodities. ഒരു കമ്മോഡിറ്റി തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നത്. ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ആയിരുന്നെങ്കിൽ ആ റേറ്റ് വേരി ചെയ്യും. This general tendency is known as the law of diminishing marginal utility. For example, a thirsty man enjoys a cup of tea. The first cup of tea gives him greater satisfaction than the second cup. If he takes the third cup, the satisfaction will be still less. So the third cup does not have the same utility as the second cup. With every additional cup, the satisfaction goes on diminishing till it becomes zero. If he is still compelled to consume more, not only does he fails to get any satisfaction, but he gets a negative satisfaction or disutility. വീണ്ടും അയാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഡിമിനിഷ് ചെയ്ത് സീറോയിലെത്തും. വീണ്ടും നമ്മൾ അയാളെ കമ്പൽ ചെയ്ത് വീണ്ടും ചായ കുടിപ്പിക്കുകയാണ് എങ്കിൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം, ഡിസ്യൂട്ടിലിറ്റി ഉണ്ടാവാം. നമ്മളെ കമ്പൽ ചെയ്ത് വീണ്ടും കഴിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് നെഗറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ടേബിൾ. ലുക്ക് അറ്റ് ദി ടേബിൾ. മാർജിനൽ യൂട്ടിലിറ്റിയുടെ ടേബിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ആണ് 1 2 3 4 5 6 7 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിന് എത്രത്തോളം ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ഉണ്ടായി, അതിൽ നിന്നും നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിച്ചു. അപ്പം 1 എന്ന് പറയുന്ന എക്സ് യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 10 ആയിരുന്നു, മാർജിനൽ യൂട്ടിലിറ്റി 8. ദെൻ സെക്കൻഡ് യൂണിറ്റ് എക്സ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, 18 ആയി. നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ 8 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് total utility, first unit of total utility minus second unit of total utility. അതിന്റെ ഡിഫറൻസ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് എടുക്കുക. അങ്ങനെ ഡിഫറൻസുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നിന്റെ ഡിഫറൻസുകളാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 30 ആയി, മാർജിനൽ യൂട്ടിലിറ്റി 2 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2. ദെൻ സിക്സ്ത് യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോഴും നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര തന്നെയുള്ളൂ, 30 തന്നെയേ ഉള്ളൂ.
അപ്പം നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് നമുക്ക് കിട്ടിയത്. അവിടെ നമുക്ക് യൂട്ടിലിറ്റി 0 ആണ് ഉണ്ടായത്. 6th നിന്ന് വീണ്ടും നമ്മൾ 7th യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞു വന്നു, 28 ആയി. 30 നിന്നും 28 ആയി നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി. അങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി 0ത്തിൽ നിന്ന് എത്രയായി? -2 ആയി. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റേറ്റിൽ ഡിമിനിഷിംഗ് ആണ്. 0 വന്നിട്ടുണ്ട്, നെഗറ്റീവും വന്നിട്ടുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. 13 രണ്ട് വട്ടം വന്ന കോൺസ്റ്റന്റ് ആയി, പിന്നെ അത് എന്ത് ചെയ്യാണ്? ഡിമിനിഷ് ചെയ്യാണ്. From the table, it can be observed that as one consumes more and more units, the additional units give him only less and less satisfaction. If the satisfaction from the first unit is 10 units, that from the second unit is 8, and the 6th unit is 0, that is no utility, then the 7th unit gives negative utility. An additional unit is known as marginal unit, and the satisfaction from the additional or marginal unit is known as marginal utility. The marginal utility, as seen in the table, goes on diminishing. Hence, this law is known as the law of diminishing marginal utility. The graph is drawn on the basis of this table. Law of diminishing marginal utility ഈ ടേബിളിന്റെ ബേസിസിലാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവും മാർജിനൽ യൂട്ടിലിറ്റി കർവും വരയ്ക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ടേബിളിന്റെ ബേസിസ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ മെഷർമെന്റ് നമ്മൾ യൂട്ടിലിറ്റി എക്സ് ആക്സിലും വൈ ആക്സിലും യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ആണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എക്സ് ആക്സിന് ഇത് എക്സ് യൂണിറ്റ്സുകളെ കുറിച്ച് എഴുതി. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം വന്നിരിക്കുന്നത് 30 ആണ്. അപ്പം 30 വെച്ചിട്ടുള്ള മെഷർമെന്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ദെൻ എങ്ങനെയാണ് ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 10 ആയിരുന്നു, അവിടെ മാർക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 18 ആയി, അതും സ്കെയിൽ വെച്ച് അളന്ന് മാർക്ക് ചെയ്യാം. ദെൻ തേർഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 24 ആയിരുന്നു, അത് മാർക്ക് ചെയ്യാം. ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 28, ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 30, സിക്സ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 30, സെവൻത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 28. അങ്ങനെ ഈ പോയിന്റുകളെല്ലാം നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. അങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമുക്ക് വരച്ചു. ദെൻ മാർജിനൽ യൂട്ടിലിറ്റിയുടെ വരയ്ക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ ഒന്നും തന്നെ ഇല്ല, സെക്കൻഡ് യൂണിറ്റിൽ 8, തേർഡ് യൂണിറ്റിൽ 6, ഫോർത്ത് യൂണിറ്റിൽ 4, ഫിഫ്ത്ത് യൂണിറ്റിൽ 2, സിക്സ്ത് യൂണിറ്റിൽ 0, സെവൻത് യൂണിറ്റിൽ -2. ഈ കർവ് നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. മാർജിനൽ യൂട്ടിലിറ്റി കർവ്. At the point 10, total utility curve and marginal utility curve starts. Total utility curve goes on increasing, then constant and diminishing. Marginal utility curve MUC shows diminishing at a diminishing rate, then becomes 0 and then negative. Then look at the assumptions of the law of diminishing marginal utility. The law is true under certain assumptions as follows. First one, standard unit of consumption. It is assumed that a commodity is taken in standard units. If the units are too small or insufficient, the utility will at first increase instead of decreasing. If a person takes in a spoon of tea instead of taking a cup of tea, the second spoon will give more utility. ഈ ലോയുടെ അസംഷൻ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് കൺസംഷൻ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത് കപ്പിലാണ്, അപ്പോൾ സ്പൂൺ ഓഫ് ടീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ സെക്കൻഡ് സ്പൂണിൽ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കപ്പിന് പകരം നമ്മൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്യുന്നത്. ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കപ്പെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്.
ടീ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് കപ്പ്. അതുകൊണ്ട് ഓരോ കമ്മോഡിറ്റിയും യൂസ് ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ തന്നെ കൺസ്യൂം ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെയാണ് ഐഡൻറ്റിക്കൽ ഓർ ഹോമോജനസ് യൂണിറ്റ്സ്. ദ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂംഡ് ആർ അസ്യൂംഡ് ടു ബി ഐഡൻറ്റിക്കൽ ഓർ ഹോമോജനസ് യൂണിറ്റ്സ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഐസ്ക്രീം ആണെന്നിരിക്കട്ടെ. ഐസ്ക്രീമിൻ്റെ വാനില എസൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൺസ്യൂം ചെയ്യുകയാണ്. അപ്പം വാനില തന്നെ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ, ഡിമിനിഷിങ് യൂട്ടിലിറ്റി ഉണ്ടാവുന്നുള്ളൂ. ഒരു തവണ നമ്മൾ വാനില കഴിച്ചു, പിന്നെ നമ്മൾ ചോക്ലേറ്റ് കഴിച്ചു, പിന്നെ സ്ട്രോബെറി കഴിച്ചു, അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും കുറയുകയില്ല. ഈ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം, ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഹോമോജനസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോ എന്ത് ചെയ്യത്തുള്ളൂ, ഡിമിനിഷ് ചെയ്ത് വരികയുള്ളൂ, ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് ഫാഷൻ റിമെയിൻ അൺചേഞ്ച്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും ഫാഷനും ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മുടെ കൺസ്യൂമേഴ്സിന് ഒരേ ടേസ്റ്റും ഒരേ ഫാഷനും ആണെങ്കിൽ മാത്രമേ ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ അടുത്തയാണ് കണ്ടിന്യൂസ് കൺസംഷൻ. It is assumed that the consumption is continuous. If a cup of tea is consumed in the morning and another in the afternoon, the second cup may give equal satisfaction or even more. കൺസംഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ മാത്രമേ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ മോർണിംഗിലൊരു ടീ കുടിച്ച് ആഫ്റ്റർനൂണിലൊരു ടീ കുടിക്കുകയാണെങ്കിൽ അത് രണ്ട് ഡിഫറെൻറ്റ് ടൈമിലാണ്, കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. നമ്മൾ ഒരു ചായ കുടിച്ച് അതിൻ്റെ പുറകിൽ നമ്മൾ അടുത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരിക, ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പം കണ്ടിന്യൂസ് ആയിരിക്കണം കൺസംഷൻ, എങ്കിൽ മാത്രമേ ഈ ലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. നെക്സ്റ്റ് വൺ, നോ ചേഞ്ച് ഇൻ ഇൻകം ഓർ പ്രൈസ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഓർ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. കൺസ്യൂമേഴ്സിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിലും ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, ഗുഡ്സിൻ്റെ പ്രൈസിലും ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കൺസ്യൂമേഴ്സിന് കൂടുതൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ഇൻകമേ കിട്ടുന്നുള്ളെങ്കിൽ അവരുടെ കൺസംഷൻ കുറയും. പ്രൈസും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. 5 അസംഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് കൺസംഷൻ ആയിരിക്കണം, ഐഡൻറ്റിക്കൽ ഓർ ഹോമോജനസ് യൂണിറ്റ്സ് ആയിരിക്കണം, ടേസ്റ്റ് ആൻഡ് ഫാഷൻ റിമെയിൻ അൺചേഞ്ച്, കണ്ടിന്യൂസ് കൺസംഷൻ, നോ ചേഞ്ച് ഇൻ ഇൻകം ഓർ പ്രൈസ്. Then look at the limitations or exceptions of law of diminishing marginal utility. First one, case of intoxicants. The more a person drinks liquor, the more he or she likes it. ഈ ലോയുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത്, ഇപ്പോൾ ലിക്കർ കഴിക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ അയാൾക്ക് വീണ്ടും വീണ്ടും ലിക്കർ കഴിക്കാൻ തോന്നും. അത് ഈ ലോയുടെ ഒരു ലിമിറ്റേഷനാണ്. ലിക്കറിൻ്റെ കേസിൽ ഈ ലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് റെയർ കളക്ഷൻ. ഇഫ് ദർ ആർ ഓൺലി 2 diamonds in the world, the possession of 2 diamonds will push up the marginal utility. ഇപ്പം 2 ഡയമണ്ട്സ് ആണ് വേൾഡിൽ പ്രഷ്യസ് ആയിട്ടുള്ളത്. അപ്പോൾ 2 ഡയമണ്ടും കരസ്ഥമാക്കുക, അതിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ റെയർ കളക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം ദ കേസ് ഓഫ് സ്റ്റാമ്പ്സ്, റെയർ കോയിൻസ്, റെയർ പിക്ചേഴ്സ് എക്സെട്ര. ദ മോർ വൺ കളക്ട്സ് ദ ഗ്രേറ്റർ ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ. കളക്ഷനിലേക്ക് കൂടുതൽ അഡീഷണൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുകയുള്ളൂ, കുറയില്ല. അതുകൊണ്ട് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ മൂന്നാമത്തെയാണ് ആപ്ലിക്കേഷൻ ഓഫ് മണി. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് മോർ മണി ദ മാൻ ഹാസ്, the greedily he is to get additional unit of it. However, the truth is that the marginal utility of the money declines with richness but never falls to 0. ഒരു പേഴ്സണിന് മണി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എത്രത്തോളം മണി ഉണ്ട് എങ്കിലും വീണ്ടും വീണ്ടും അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി ഉണ്ടാകുമ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും 0 ആവുകയില്ല. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ ഫാൾസ് ടു 0.
These are the three limitations of law of diminishing marginal utility. First one, in the case of intoxicants, rare collection, application of money. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.